നമസ്കാരം. ഇന്ന് നമ്മൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ബിക്കോസ് ഉറക്കം വരാനായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഉറങ്ങാം. ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഉറക്കം വരുന്ന ഒരു ഐസ്ക്രീമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. അപ്പൊ അത് ശരിക്ക് ഉറക്കത്തിനെ കുറിച്ച് നേരത്തെ നമ്മൾ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഉറക്കത്തിന് വേണ്ടിയിട്ടുള്ള ചില റെസിപ്പി. ഇതുപോലെയല്ല, കുറെ വ്യത്യസ്തമാണ്. അതായത് ചില ടെക്നിക്സ്, ട്രിക്ക് ആൻഡ് ടെക്നിക്സ്, പിന്നെ ഒന്നിലൊരു ഡ്രിങ്ക്, ഒറ്റ മിനിറ്റിൽ ഉറക്കം വരുത്തുന്ന ഒറ്റമൂലി എന്ന് പറഞ്ഞ ഡ്രിങ്ക് ആണ്. തേങ്ങാപ്പാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുള്ള, മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് ഒരു വീഡിയോ. അപ്പൊ ഇതിലൊക്കെ ആ ട്രിക്കുകൾ ഞാൻ എപ്പോഴും കാണിക്കാറുണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവതില്ലേ, ഞാൻ ഒന്നുകൂടെ പറയാം. ചില അക്യൂപ്രഷർ പോയിന്റ്സ് ഉണ്ട്, നമുക്ക് ഉറക്കം വരാൻ സഹായിക്കുന്ന അക്യൂപ്രഷർ പോയിന്റ്സ്. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിരിക്കണം. നിങ്ങളുടെ ബെഡ്റൂമിൽ ഉറങ്ങാൻ കിടക്കാനായി കയറുമ്പോൾ നിങ്ങൾ എല്ലാ ടെൻഷനും മാനസിക സമ്മർദ്ദങ്ങളും വിട്ടേക്കണം. അത് നമ്മുടെ ബെഡ്റൂമിന് പുറത്ത്. അതാണ് ഏറ്റവും പ്രധാനം. അത് നമ്മുടെ മനസ്സിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഉറക്കം വരത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കണം അന്നേരം. അത് കഴിഞ്ഞ് നല്ലൊരു ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കുക. കുളിച്ചിട്ട് കംപ്ലീറ്റ് നല്ല ഡാർക്ക് റൂം ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളുടെ ഉറക്കം വരാനുള്ള മെലട്ടോണിൻ നമ്മുടെ തലച്ചോറിനകത്ത് ഉത്പാദനം നടക്കുകയുള്ളൂ നല്ലോണം. അത് ഇരുട്ട് സമയത്താണ് അത് ഉണ്ടാവുന്നത്. അതാണ് ഡാർക്ക് ടൈമില്. അതായത് അങ്ങനെയാണ് അതൊന്ന് ആലോചിക്കണം. ഉറങ്ങണമെങ്കിൽ നല്ല പൂർണ്ണമായ നല്ല ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടണമെങ്കിൽ നല്ല ഡാർക്ക് റൂം തന്നെ വേണം, അല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നാറുള്ളത്. ചിലർക്ക് ഒരു ചെറിയ ഇരുണ്ട വെളിച്ചം, ലേശം ചെറിയ വെളിച്ചമുള്ളത് നല്ലതാണെന്ന് ചിലർ പറയാറുണ്ട്. അല്ലെങ്കിൽ ഉറക്കം വരില്ല, പേടിയുള്ളവരാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ളവര്. അപ്പൊ അത് ആ ഒരു രീതിയിൽ എന്നിട്ട് ചെറിയൊരു ലൈവ് മ്യൂസിക് ഒക്കെ വെച്ചിട്ട് നമ്മൾ അറ്റൻഷൻ വളരെ എന്താ പറയുക, ഒരു നല്ലൊരു ലൈറ്റ് വേയിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും റിലാക്സ്ഡ് ആവണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇടുക. ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഒന്നും ഇടരുത്. കഴിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലോണം കണ്ണടച്ച് സമാധാനമായിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 2 3 4 അങ്ങനെ ഒരു പരിപാടിയുണ്ട്. പിന്നെ 100 ഇങ്ങോട്ട് താഴോട്ട് നമ്മൾ എണ്ണണം. 100, 99, 98, 94 അങ്ങനെ. പിന്നെ ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു വേർഡ് ഉച്ചരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ ഒത്തിരി ബോഡി ആൻഡ് മൈൻഡ് റിലാക്സ് ചെയ്യും. റിലാക്സേഷൻ ടെക്നിക്സിലോട്ട് പോയാൽ അങ്ങനെ ഉറങ്ങിപ്പോകും. അപ്പൊ ഇതിലൊക്കെ ടെൻഷൻ ഇല്ലാതിരിക്കണം കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റാ. പിന്നെ വയറിനകത്ത് അധികം ഭക്ഷണം ഇല്ലാത്തത് നല്ലത് തന്നെയാണ്. അത് ഭക്ഷണം കിടക്കുന്നതിന് ഒരു 1-2 മണിക്കൂറിന് മുന്നേ ഭക്ഷണം നിർത്തുന്നത് നല്ലതാണ്. പിന്നെ വെള്ളം കുടിക്കാം നന്നായിട്ട്. ഇതെല്ലാം ഇതിനോടൊപ്പം ചേർത്ത് വെക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തിന് സഹായിക്കുന്ന കുറെ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ട്. ഈ ട്രിപ്റ്റോഫാൻ ആണ് മെലട്ടോണിൻ, സെറട്ടോണിൻ, ഡോപ്പമിൻ ഇതിന്റെയൊക്കെ പ്രിക്കേഴ്സർ. എന്ന് വെച്ചാൽ ഈ ട്രിപ്റ്റോഫാനിൽ നിന്നാണ് മെലട്ടോണിനും സെറട്ടോണിനും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ട്രിപ്റ്റോഫാൻ കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസ്, ട്രിപ്റ്റോഫാൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഐസ്ക്രീമിന്റെ ചേരുവ. ഇതൊരു ഐസ്ക്രീമാണ്. അത് ശരിക്കും നട്ടി ഐസ്ക്രീമാണ്. ഞാൻ നേരത്തെ ഒരു ഐസ്ക്രീം കാണിച്ചിട്ടുണ്ട്, ചെറിയ വ്യത്യാസം മാത്രം. അപ്പോ അതുകൊണ്ട് തന്നെ വളരെയധികം ടേസ്റ്റിയാണ്. അറ്റ് ദ സെയിം ടൈം അബ്സല്യൂട്ട്ലി ഹെൽത്തിയാണ്. ഈ ഉറക്കത്തിന് മാത്രമല്ല, ഓട്ടോഇമ്യൂൺ ഡിസോർഡറിൽ ശരീരം മെലിഞ്ഞു വരുന്നു, മുഖം കറക്കുന്നു, മുടി കൊഴിയുന്നു എന്ന് പറഞ്ഞ് കുറെ വീഡിയോസ് ഇല്ലേ, അതിലൊക്കെ അവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇത്. ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ തീരെ മെലിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ വണ്ണം വെക്കാൻ, ഒരു പുഷ്ടി വേണം എന്ന് വിചാരിക്കുന്നവർക്കും ഇത് ഉപയോഗിക്കാം. അതുപോലെ വയറിനകത്ത് മൈക്രോഫ്ലോറയ്ക്കുള്ള ഭക്ഷണമാണിത്. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു റെസിപ്പിയെ ചുറ്റിപ്പറ്റിയുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പം ഈ ഒരു റെസിപ്പി തയ്യാറാക്കി അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള മോസ്റ്റ് ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീമാണിത്. അപ്പൊ അത് തന്നെ ഉറക്കം വരാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന ആഹാരമാണിത്. എങ്കിൽ കൂടിയും ഡയബറ്റിക് പേഷ്യൻസ്, അമിതവണ്ണമുള്ളവര്, ഫാറ്റി ലിവർ ഉള്ളവർ ദയവ് ചെയ്ത് അധികം കഴിക്കരുത് എന്നെനിക്കൊരു അപേക്ഷയുണ്ട്. വളരെ ചെറിയ തോതിൽ നമുക്ക് കഴിക്കാം.
അപ്പോൾ ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല, നിങ്ങളെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനകത്ത് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ടാൽ തന്നെ മനസ്സിലാവല്ലോ നിങ്ങൾക്ക്. ഏത്തപ്പഴമാണ് നമ്പർ 1. ഈ ഏത്തപ്പഴം നമ്മൾ തലേ ദിവസം ഒരു നല്ല പഴുത്തെളിഞ്ഞ്, ഇതിനേക്കാളും കുറച്ചുകൂടെ പഴുത്തിരിക്കണം, അതാണ് നല്ലത്. കറുപ്പ് ചുറ്റിനും ഈ തൊലിയൊക്കെ നല്ല കറുത്തതായിരിക്കണം. അപ്പൊ ഇത് നന്നായിട്ട് വട്ടത്തില് കനം കുറച്ച് അരിഞ്ഞ് ഒരു നല്ല കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ വെക്കണം തലേ ദിവസം. അത് തലേ ദിവസം വെച്ചതിന് ശേഷം വേണം നമ്മൾ പിറ്റേ ദിവസം ഐസ്ക്രീം ഉണ്ടാക്കാൻ. എന്നിട്ടും ബാക്കി ചേരുവകൾ അതോടൊപ്പം കപ്പലണ്ടി, ഒരു ഏത്തപ്പഴം എടുക്കുകയാണെങ്കിൽ ഇതൊരു 30 ഗ്രാം കപ്പലണ്ടി, അതുപോലെ 30 ഗ്രാം ബദാം, 50 ഗ്രാം കാഷ്യൂ നട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് മൂന്നും കൂടെ തലേന്ന് വെള്ളത്തിലിട്ട് വെക്കാം. വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ചാൽ മതി, വെളിയിൽ വെക്കണ്ട. അപ്പൊ അത് നല്ലോണം കുതിർന്നിരിക്കും, അത് നല്ലതാ. അല്ലെങ്കിൽ അന്ന് തന്നെ കുറച്ച് നേരത്തെ ഇച്ചിരി ചൂടുവെള്ളത്തിലിട്ട് എടുത്താലും മതി, അങ്ങനെയും ചെയ്യാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ. പിന്നെ തേനാണ്. തേന് നല്ല മധുരം വേണ്ടവർക്ക് ഒരു 50 ml ഒക്കെ എടുക്കേണ്ടി വരും ഒരു ഏത്തപ്പഴത്തിന്. ഇത്രയും വെച്ചെടുക്കുമ്പോൾ 50 100 ml എടുത്താലും കുഴപ്പമില്ല. ചിയ സീഡ് നമുക്ക് ഒരു 10 ഗ്രാം വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തെടുത്തിട്ട് അതും കൂടെ ആഡ് ചെയ്യണം. പിന്നെ തേങ്ങാപ്പാല്. ഇത്രയുമാണ് നമ്മളുടെ നട്ടി ഐസ്ക്രീം തയ്യാറാക്കാൻ ആവശ്യമായത്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നത്? നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച ആ ഏത്തപ്പഴം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത്, തലേ ദിവസം വെച്ചതാണ്, ഫ്രീസറിലാണ് വെക്കേണ്ടത്, എടുത്ത് അത് ചേർക്കുക. ബാക്കി നട്ട്സ് എല്ലാം അതോടൊപ്പം മിക്സിയിലിടുക. തേങ്ങാപ്പാല് ചേർക്കുക. അതോടൊപ്പം തേനും ചേർത്ത് നന്നായിട്ട് അടിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇവിടെ കുക്കിംഗ് ഇല്ല, കുക്കിംഗ് ഇല്ലാത്ത പാചകമില്ലാത്ത ഐസ്ക്രീമാണിത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഫ്രീസറിലോട്ട് വെക്കുക. ഫ്രീസറിൽ 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി, അപ്പോഴത്തേക്ക് നമുക്ക് ഐസ്ക്രീം റെഡി ആവും. ഈ ചിയ സീഡ് വെള്ളത്തിലിട്ട് കുതിർത്ത് വേണം ഇതിനകത്ത് ചേർക്കാൻ കേട്ടോ. ഇത്രയും കാര്യം നിങ്ങൾ ചെയ്യുക. ചെയ്തതിന് ശേഷം കിട്ടിയ സംഭവമാണിത്, കണ്ടോ. നോക്കൂ, ഐസ്ക്രീമിന്റെ കൺസിസ്റ്റൻസി കണ്ടോ, അടിപൊളിയാണ്. ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏത്തപ്പഴം ഫ്രീസറിൽ വെച്ചത്. അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും, കട്ടിയായി പോവും. ഇതിപ്പം കട്ടിയല്ല, അല്ല നമ്മൾ സാധാരണ വാങ്ങുന്ന ഐസ്ക്രീം ഇല്ലേ, അതേ കൺസിസ്റ്റൻസിയാണ്. ക്ഷമിക്കണം, കൊതി കൊണ്ട് കഴിച്ചു പോയതാ കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണ്, അടിപൊളി. ഒക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ മാഡത്തിന് വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ ഇന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കി സ്വന്തമായിട്ട് കഴിച്ച് സ്വന്തമായിട്ട് പോയിരുതി പറയാന്ന് നിങ്ങൾ പറയുമായിരിക്കും. ഒട്ടും അതിശയോക്തി ഇല്ലാതെ പറയാണ്, എക്സലന്റ് ടേസ്റ്റ് ആണ്, അത്രയ്ക്ക് ഹെൽത്തിയാണ്, നിങ്ങളുടെ വയറിന് ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടവര് പ്രമേഹ രോഗികൾ, അമിതവണ്ണമുള്ളവര്, ഫാറ്റി ലിവർ ഉള്ളവര്, ഇത്രയും ആൾക്കാർ ശ്രദ്ധിച്ചോളും. നല്ല. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും തേനിന് ചിലർക്ക് അലർജി ഉണ്ടാകും, ചിലർക്ക് ബദാമിന് അലർജി ഉണ്ട്, ചിലർക്ക് കാഷ്യൂനട്ടിന് അലർജി ഉണ്ട്, തേങ്ങാപ്പാലിന് ഒരു അലർജി ഉള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരും അത് ആ ഒരു ചേരുവ എടുത്ത് ഒഴിവാക്കിക്കൊണ്ട് ചെയ്യണം. ഓക്കെ. പിന്നെ ഇതിന്റെ പ്രത്യേകതകളും കൂടെ പറയാം. ഈ ട്രിപ്റ്റോഫാൻ ഓരോന്നിലും അടങ്ങിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഗ്രാം കാഷ്യൂവിൽ ഏകദേശം 100 മില്ലിഗ്രാം തന്നെ ട്രിപ്റ്റോഫാൻ ഉണ്ട്. അതുപോലെ തന്നെയാണ് ബദാമിൽ ഏകദേശം 75 മില്ലിഗ്രാം ഉണ്ട് 100 ഗ്രാം ബദാമില്. കപ്പലണ്ടി 65 മില്ലിഗ്രാം വരുന്നുണ്ട്. നമുക്ക് ശരീരത്തിന് ഒരു ദിവസം 350 മില്ലിഗ്രാം വേണ്ടത്. അപ്പൊ ഇതെല്ലാം കൂടെ എടുക്കും. അതുപോലെ ഏത്തപ്പഴത്തിൽ ട്രിപ്റ്റോഫാൻ ഉണ്ട്. ഞാൻ ഈ ട്രിപ്റ്റോഫാൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് സെലക്ട് ചെയ്തത്. തേനിനകത്തുണ്ട്, ചെറിയ അളവിലാണ്, 100 ml ഒരു 10-15 മില്ലിഗ്രാം വരും. ഏത്തപ്പഴത്തിൽ ഏകദേശം അത്രയുമാണ് കിട്ടുന്നത്. തേങ്ങാപ്പാലിലും ഉണ്ട്. ചിയ സീഡ്, ഇതെല്ലാം തന്നെ ട്രിപ്റ്റോഫാന്റെ കലവറയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു റെസിപ്പി തയ്യാറാക്കിയത്. അപ്പൊ ഇതെല്ലാം നമ്മളെ ഉറക്കത്തെ വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ള നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോകണം കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കഴിച്ചാലും ഉറക്കം വരില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ കൊച്ചുകുട്ടികളുടെ ഒരു
അറിവിലേക്കായിട്ടാണ്. അവർക്ക് വേണ്ടിയിട്ട് അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഐസ്ക്രീമാണ് ഉണ്ടാക്കിയത്. ഞാനിപ്പോ ഈ രീതി വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീമിന്റെ അതേ കൺസിസ്റ്റൻസിയാണ് നമ്മളിപ്പോ ഇവിടെ നിന്ന് വാങ്ങി കഴിക്കുന്ന പോലെ ഇരിക്കും, അടിപൊളിയായിട്ടിരിക്കും. അതുപോലെ ശരീരം മെലിഞ്ഞു പോകുന്ന ആൾക്കാർക്ക്, ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, അവർക്ക് ഇത് തയ്യാറാക്കി കഴിക്കാം. നല്ലതാണ്, നല്ല പുഷ്ടി വരും, ഒരു തകരാറും ഇല്ല ശരീരത്തിന്. ഓക്കെ, അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് കമന്റ്സ് അറിയിക്കുക, കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.